ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീടമണിഞ്ഞിരിക്കുകയാണ്. ദുബായിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ 4 വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ ജയം കരസ്ഥമാക്കിയത്. മത്സരത്തിൽ മധ്യ ഓവറുകളിൽ ശ്രേയസ് അയ്യർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 62 പന്തിൽ 48 റൺസായിരുന്നു താരം നേടിയത്. ബാറ്റിംഗിൽ മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ തുടരെ 2 വിക്കറ്റുകൾ നഷ്ടമായതോടെയാണ് ശ്രേയസ് അയ്യർ ക്രീസിലെത്തിയത്. രോഹിത് ശർമ്മയുടെയും അക്സർ പട്ടേലിന്റെയും കൂടെ ചേർന്ന് സ്കോർ ഉയർത്താൻ താരം ശ്രമിച്ചിരുന്നു. ഫൈനലിൽ നിർണായക ഘട്ടത്തിൽ ന്യൂസിലാൻഡ് നായകൻ മിച്ചൽ സാന്റ്നർക്ക് വിക്കറ്റ് നൽകിയാണ് ശ്രേയസ് പുറത്തായത്. ഒരു ഘട്ടത്തിൽ സമ്മർദ്ദത്തിലായിരുന്ന ഇന്ത്യയെ സിംഗിളുകളെടുത്തും ഇടവേളകളിൽ ബൗണ്ടറികളും സിക്സുകളെടുത്തും ടീമിനെ മുന്നോട്ട് നയിക്കാൻ വെലങ്കൈൻ ബാറ്റർക്ക് സാധിച്ചു. ഗ്ലെൻ ഫിലിപ്സ് എറിഞ്ഞ 37-ാം ഓവറിലെ 2ാം ബോളിൽ ഒരു സിക്സ് അടിച്ചിരുന്നു. വീണ്ടും സിക്സ് അടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ലോങ് ഓണിൽ ജാമസണിന് ക്യാച്ചിനുള്ള അവസരവും അയ്യർ നൽകിയിരുന്നു. ശ്രേയസിന്റെ നിർണായക ഘട്ടത്തിലെ ഈ അഗ്രസീവ് മനോഭാവത്തെ മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കർ അതൃപ്തി പ്രകടിപ്പിച്ചു. മത്സരത്തിന്റെ കമന്ററി പറയുന്നതിനിടെ സ്റ്റാർ സ്പോർട്സിലാണ് മുൻ താരം ശ്രേയസിനെ കുറിച്ച് സംസാരിച്ചത്. എന്ത് നേടാനാണ് അയ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നിർണായക ഘട്ടത്തിൽ പിഴവ് വരുത്തുന്ന ബാറ്ററെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നുമാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്ത് നേടാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു സിക്സ് അടിച്ചിട്ടേയുള്ളൂ. അപ്പോൾ തന്നെ മറ്റൊന്നിന്റെ ആവശ്യമില്ല. മത്സരത്തിന്റെ ഈ നിർണായക സമയത്ത് തെറ്റുകൾ വരുത്തുന്ന ഒരു ബാറ്ററെ നമുക്ക് ആവശ്യമില്ല. ഭാഗ്യവശാൽ ജാമിസൺ ക്യാച്ച് കൈവിട്ടു എന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസെടുത്ത താരമാണ് ശ്രേയസ് അയ്യർ. 5 മത്സരങ്ങളിൽ നിന്ന് 243 റൺസെടുത്ത താരം ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ രണ്ടാമതുണ്ട്. 79.41 സ്ട്രൈക്ക് റേറ്റും 48.60 ശരാശരിയുമാണ് താരത്തിനുള്ളത്.